കോഴിക്കോട് നഗരത്തിലെ തിരക്കേറിയ വ്യാപാര കേന്ദ്രമായ വലിയങ്ങാടിയിൽ പഴയ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണ് 3 ലോഡിംഗ് തൊഴിലാളികൾ മരിച്ചു. കിനാശ്ശേരി സ്വദേശി ജബ്ബാർ, അഷ്റഫ്, ബഷീർ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 5 പേരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. മറ്റ് 2 പേർ ചികിത്സയിലാണ്. ബീച്ചിന് സമീപം മുമ്പ് പാസ്പോർട്ട് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടത്തിന്റെ സ്ലാബാണ് തകർന്നു വീണത്. നിലവിൽ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിന്റെ ഗോഡൌണായി പ്രവർത്തിക്കുകയായിരുന്നു ഈ കെട്ടിടം. ഗോഡൌണിലേക്ക് സാധനങ്ങൾ ഇറക്കിയ ശേഷം ഷട്ടറിനോട് ചേർന്നുള്ള തറയിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു തൊഴിലാളികൾ. ഈ സമയത്താണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ടൺ കണക്കിന് ഭാരമുള്ള സ്ലാബ് ഇവർക്ക് മേലേക്ക് പതിച്ചത്. 7 പേരായിരുന്നു അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേർ സ്ലാബ് വീഴുന്നത് കണ്ട് പെട്ടെന്ന് ഓടി മാറി. എന്നാൽ ബാക്കിയുള്ള 5 പേരും സ്ലാബിനടിയിൽ പെട്ടുപോയി. ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് സ്ലാബ് മുറിച്ചു മാറ്റിയാണ് ഇവരെ പുറത്തെടുത്തത്. ദശാബ്ദങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥയാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമികമായ നിഗമനം. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടത്തിന് ഏകദേശം 60 വർഷത്തോളം പഴക്കമുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് അപകടം സംഭവിച്ചത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് പെട്ടെന്ന് അടർന്നു വീഴുകയായിരുന്നു. വലിയങ്ങാടിയിലെ തൊഴിലാളികൾ സ്ഥിരമായി വിശ്രമിക്കാറുള്ള സ്ഥലത്താണ് അപകടം നടന്നത് എന്നതിനാൽ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു. സ്ലാബുകൾക്കടിയിൽ ഒട്ടനവധി ഇരുചക്രവാഹനങ്ങളും തകർന്നു കിടക്കുന്നുണ്ട്. അപകടം നടന്ന ഉടൻ തന്നെ മറ്റു തൊഴിലാളികളും നാട്ടുകാരും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പിന്നാലെ ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി. സ്ലാബിനടിയിൽ കുടുങ്ങിയ 3 പേരെ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. ഒരാളെ സ്ലാബ് മുറിച്ചു മാറ്റിയ ശേഷമാണ് അഗ്നിശമന സേനയ്ക്ക് പുറത്തെടുക്കാനായത്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം.